നിൽക്കുന്നത് ബിയ്യം കായലിൻ്റെ ഒരു ഭാഗത്താണ്. അപ്പുറത്തെ സൈഡ് പാടാണ്, ഇപ്പുറത്തെ സൈഡാണ് കായൽ. ആ സൈഡ് കാണിച്ചു കൊടുത്തേ. ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം നമ്മൾ ഉച്ച നേരത്തെ അവിടെ വന്നിട്ടുള്ളത്. ശരിക്കും കുറച്ചും കൂടി രാവിലെ നേരത്ത് വരണം, അല്ലെങ്കിൽ വൈകിട്ട് വരണം. ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് റജിൻ ഭായ്. ആള് വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര ചിരി. നമ്മളിപ്പോൾ എവിടെ നിൽക്കണേ? നമ്മൾ നിൽക്കുന്നത് ബിയ്യം കെട്ടിൻ്റെ ഒരു ഭാഗത്താണ്. ബിയ്യം കായലിൻ്റെ ഒരു സൈഡിലാണ്. നവീൻജി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഒരു തവണ ഈ വഴി കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡോക്ടറൊപ്പം ആദ്യമായിട്ട് വരികയാണ്. നമ്മൾ പോണ വഴിയില് മീൻ പിടിക്കുന്ന ഒരു സീൻ കണ്ടപ്പോൾ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാ. നമ്മുടെ പോലീസുകാരൻ ചുള്ളനായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. വെയിൽ സഹിക്കാൻ പറ്റാത്ത ആളാ, ഇച്ചിരി വെയിലിന് അലർജി ഉള്ള ആളാ. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പരന്ന് കിടക്കുന്ന ഏക്കർ കണക്കിനുള്ള പാടം. ഇവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് വലയൊക്കെ ഇട്ടിട്ട്. നമുക്ക് വല വീശണതൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. വലയിൽ കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിന്റെ പേരെന്താ ചേട്ടാ? പോട്ട. ഇത് ഫ്രൈ ചെയ്യാൻ ബെസ്റ്റാന്ന് തോന്നുന്നു അല്ലേ? കണ്ണൻകുട്ടികളുണ്ടോ? ഇതാ കിടക്കുന്നുണ്ടാവും അല്ലേ? ഇത് ഇട്ട് പോണതാ? ഇപ്പൊ വിരിച്ചിട്ട് കിട്ടുന്നതാണോ? ഓരോരുത്തര് ലാസ്റ്റ് പടത്തിൽ പടയുണ്ട്. ഹൗ ആർ യു മിസ്റ്റർ കൗ? സോറി മിസ്സിസ് കൗ ആണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടത്തിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ഷെഡ് പോലെ പണിതിട്ടുണ്ട്. ഈ ഭാഗത്താണ് കുറേ സ്പെഷ്യൽ ആടുകളും. ആ അതന്നെ സൗണ്ട് ഉണ്ടാക്കി അവരെല്ലാവരും വീഡിയോയിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതാണ്. ഓക്കെ ഹായ്. ഇവിടെ ക്രിക്കറ്റ് സ്റ്റമ്പൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ആരോ ഈവനിങ്ങിൽ നല്ല കളി കളിക്കാറുണ്ടെന്ന് തോന്നുന്നു. പിച്ചൊക്കെ ഉണ്ടാ? ബോളും ബാറ്റും കൂടി എടുക്കായിരുന്നു അല്ലേ? എല്ലാവരും ഇവിടെ പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിച്ച് നടക്കുന്നുണ്ട്. ആമ്പൽപ്പൂ. ഇഞ്ചി മരം ചാരി നിന്ന് കാറ്റ് കൊണ്ട് ആലോചിക്കുകയാണ്. വെള്ളം എന്തോരം ആയതുകൊണ്ടൊന്നും നോക്കി നോക്കിയേ. വെള്ളത്തിൽ ചാടണമെന്നാ, എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ മുങ്ങി പോകാൻ. ഇത് എത്ര താഴ്ച ഉണ്ടെന്ന് വരെ അറിയില്ല. ചെളിയായിരിക്കും മിക്കവാറും. വെള്ളമൊക്കെ ഇതിലും കൂടുതൽ ഉണ്ടാവാറുണ്ട് സാധാരണ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബിയ്യം കെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഏരിയ ആ ഏരിയയും തമ്മിലുള്ള കണക്ഷനാണ് ബിയ്യം കെട്ട് എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അവിടുത്തെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായിട്ട് സമയാസമയത്തിന് ഷട്ടർ പൊക്കിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് തുറന്നു വിടുന്ന ഏരിയനാണ് ബിയ്യം കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിയ്യം കായലിനോടനുബന്ധിച്ച് വരുന്നതുകൊണ്ടാണ് ബിയ്യം കെട്ട് എന്ന പേര് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പടവുകൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാം. ആ ഏരിയ ഒക്കെ നല്ല രസമാട്ടോ. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ഇപ്പോഴും നല്ല ക്ലൈമറ്റ്. ഇവിടെ മരങ്ങളൊക്കെ ഉള്ള കാരണം അത്ര വെയിൽ
ഇല്ല. ഇതാണ് ഈ ബിയം കെട്ടെന്ന് പറയുന്നത്. ആക്ച്വലി അതിൽ കൂടെ നടക്കാനൊരു പാതയുണ്ട്. അത് പക്ഷെ ഇപ്പോൾ ഈ കൊറോണ ടൈം ആയാലും ക്ലോസ്ഡ് ആണ്. ഈ കാണുന്നത് റോഡാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയുള്ള റോഡാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതാണ് ഷട്ടർ. ഇത് പൊക്കി കഴിഞ്ഞാലാണ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും റെഗുലേറ്റ് ചെയ്യുന്നത്. നിറച്ച് പരുന്തുകളുണ്ടല്ലോ. പരുന്തുകൾ എന്തോ റാഞ്ചാൻ വേണ്ടി പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഷട്ടർ ആക്ച്വലി പൊക്കി വെച്ചിരിക്കുകയാണോ നവീൻ ഭായ്? അപ്പൊ നമ്മൾ വിചാരിച്ച ഷട്ടർ ക്ലോസ്ഡ് ആണെന്നാണ്. ഇപ്പൊ ആക്ച്വലി വെള്ളം ഏത് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നതാ? പാടത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം കായലിൽ നിന്ന് നേരെ കടലിലേക്ക് പോകുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന വെള്ളം ഒഴുകി പോകാനാണ് ആ ഷട്ടർ ഒരെണ്ണം പൊക്കി വെച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റജിം ഭായ്, ഹായ് ഹായ്. എല്ലാവരും നട്ടപ്പാറ വെയിലത്ത് കാഴ്ചയാണ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നല്ലൊരു പാർക്കുണ്ട്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ് കോവിഡൊക്കെ ആയിരുന്നു. പക്ഷേ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്കാണ്. നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഈ കായലിനോട് ചേർന്ന് തന്നെ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനായിട്ട് കുറേ ബെഞ്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം ഇത് തുറക്കുമ്പോൾ ഇവിടെ എന്തായാലും വരണം. നല്ല തണലാണ്. ഉച്ച നേരമായ പോലും നല്ല തണലാണ് ഇവിടെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് പുളിക്കക്കടവ് തൂക്കുപാലം. നമ്മളെല്ലാവരും തൂക്കുപാലം എന്ന് പറയുമ്പോൾ ഇച്ചിരി പേടി അതിന് മുകളിലേക്ക് ഇറങ്ങാം. കാരണം ഇങ്ങനെ വെള്ളം താഴെ കൂടെ പോകുന്നു. വളരെ കനം കുറഞ്ഞ നടക്കാൻ മാത്രം ഗ്യാപ്പുള്ളൊരു പാലാണ്. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. മലമ്പുഴയിൽ ഇതുപോലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ആടും, ഇത് ആടില്ല. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. റജിം ഭായ് ആണ് ടെസ്റ്റിങ്. പോലീസുകാരനായ കാരണം ഏത് കമ്പിമീൻ ഞണ്ടി കിടക്കാനുള്ള പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അല്ല റജിം ഭായ്? ഞാനും അങ്ങോട്ടില്ല. തുരുമ്പിന് കുറച്ച് പഴക്കമുണ്ട്. കുഴപ്പമില്ല, ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാം. കുറച്ച് സൗണ്ടൊക്കെ വരുന്നുണ്ട് നടക്കുമ്പോൾ. വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് വല്ലതും പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കമ്പി പിടിച്ച് നമുക്ക് പതുക്കെ പോവാം. ഇന്നീന്ന് സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കലടോ. തൂക്കുപാലം കുറേശ്ശെ ഇളകുന്നുണ്ട് അല്ലേ? ഇളകുന്നുണ്ട് കേട്ടാ. ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ ഏകദേശം എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം നടുവെത്താറായി. ഇതാണ് നമ്മുടെ തൂക്കുപാലം. തെങ്ങിൻ്റെ ഹൈറ്റ് വരെയാണ് അതിൻ്റെ പില്ലറിൻ്റെ സൈസ്. തെങ്ങിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മളൊരു പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണിത്. ഒരു ഷോർട്ട് ഹാഫ് ഡേ ട്രിപ്പ്. വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു ചെറിയൊരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്.
ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പോകുന്നത് വഴി എന്തായാലും നമുക്കൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.